ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കോളിഫ്ലവറും കടലയും കൂടെ തോരൻ വെക്കാനായിട്ടാണ് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടത്തിന് കഴിക്കാം. എന്നുവെച്ചാൽ ചോറിനോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം കുബൂസിനാണ് കേട്ടോ. നല്ല ചൂട് കുബൂസിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. കണ്ടോ നമ്മുടെ കോളിഫ്ലവർ കണ്ടോ, നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഫ്ലവർ ആക്കിയിട്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഞാൻ മേടിച്ചത് സാസില്ലേ, സാസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. സാസിലെ വെജിറ്റബിൾസ് എല്ലാം നല്ല വൃത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. നല്ല വൃത്തിക്കേ എല്ലാം വെക്കത്തുള്ളൂ അവർ. നമുക്ക് അതാണ്. ഇനി അടുത്ത് നമുക്ക് ഇച്ചിരി കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കണ്ട. ഒരു 250 ഗ്രാം കടല ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം, ഒന്ന് കുതിരട്ടെ. നമ്മുടെ കോളിഫ്ലവർ എല്ലാം നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കുറേ നേരം വെച്ചിട്ടെല്ലാം കൈ വാരി ഇനി അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവുക കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് വേവിച്ചാൽ മതിയേ. പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇച്ചിരി കറിവേപ്പില. നമ്മുടെ കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടുണ്ട് കണ്ട. നമ്മുടെ കടയിലെയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പാകം ചെയ്തെടുക്കാം. ഞാൻ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമുക്ക് 5-6 ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറായിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് കണ്ടോ. നമുക്ക് വെളുത്തുള്ളി നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. കാരണം വെളുത്തുള്ളിയാണ് ഇത് മൂത്ത് കിട്ടുന്ന ആ സ്മെല്ലാണ് ആ തോരൻ്റെ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. പിന്നെ സവാള നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഒന്ന് വഴറ്റി മൂപ്പിക്കാം. അതിന് ശേഷം സവാള ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ തേങ്ങാപ്പീരിയാണ്. 2 സ്പൂൺ മാത്രം കേട്ടോ. അത് വെറുതെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഓക്കെ. ഒന്നും കൂടെ നമുക്ക് ഇളക്കി ഒന്ന് വെള്ളം തോത്തിയെടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി മസാല വേണം കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഇച്ചിരി ചിക്കൻ മസാലയുണ്ട്, മുളക് ചതച്ചതുണ്ട്, ഇച്ചിരി പെരുംജീരകമുണ്ട്. ഇത്രയും മസാല നമുക്ക് വേണ്ടത് കേട്ടോ. നല്ല വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളത്. നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഞാൻ കടല ഇച്ചിരി കൂടുതൽ എടുത്തതാണ്. എല്ലാവർക്കും കടല ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി മാറ്റാം. ഞാൻ ഇതുവരെ എരിവിട്ടില്ലായിരുന്നു. കാരണം എരിവ് കഴിക്കാത്ത ഒരാളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് എരിവില്ലാതെ മാറ്റി ഇനി നമ്മൾ എരിവിട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. നമുക്കിത് ഇളക്കി അങ്ങ് എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവറിൻ്റെ പണി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെയും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എരിവില്ലാതെ കുറച്ച് ഇച്ചിരി കഴിക്കാൻ ഒരാളുണ്ടെന്ന്. അത് വേറെ ഇട്ട് വെച്ചാൽ കണ്ടോ, നോക്കിക്കേ, എരിവില്ലാത്ത. അപ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെയും കുബൂസിൻ്റെ റൊട്ടി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. വലിയ മെനക്കേടൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ ബൈ.